അന്ന് വിന്ററിൽ നമ്മളൊരു ഫ്രോസൺ ലേക്കിന്റെ മേലെ കൂടെ നടന്നില്ലേ? സമ്മറിലെ ലേക്ക് നോക്കിയേ. ഫ്രോസൺ ലേക്കിന്റെ മേലെ കൂടെ നടക്കുക മാത്രമല്ല, എൻ്റെ നൃത്ത ചുവടുകളാണ് അവിടെ അരങ്ങേറിയത്. വിജയേട്ടൻ പറഞ്ഞു ആ ക്ലൈമറ്റിൻ്റെയാണ്, തണുപ്പ് കുറയുമ്പോൾ മാറിക്കോളുന്നു. ആക്ച്വലി ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക്ഹോമിൽ എല്ലാ കൊല്ലവും ഇങ്ങനെ ഫ്രോസൺ ലേക്കൊന്നും വരാറില്ല കേട്ടോ. ഇപ്രാവശ്യം നല്ല വിൻ്റർ ആയിരുന്നു, അതാണ് ഇങ്ങനെ ഈ ലേക്കൊക്കെ ഫ്രോസണായി പോയത്. ഇങ്ങനെ ഇത്രയധികം ആൾക്കാർക്ക് നടക്കാൻ പറ്റിയത്ര ഫ്രോസണായത് ഈ ഒരു പ്രാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക്ഹോമിലുള്ള എല്ലാവരും ആ ലേക്കിൻ്റെ മേലെ ഉണ്ടായിരുന്നു ആ ഫ്രോസൺ ലേക്ക് കാണാനായിട്ട്. അപ്പോൾ മാസങ്ങൾ കടന്നു പോയി, ഫ്രോസൺ ലേക്ക് പോയി. നോക്കൂ, സമ്മറിലേക്ക് സമ്മറാകുമ്പോൾ ആ ഒരു ചുറ്റും തന്നെ എന്തു ഭംഗിയാലേ, ആ ബിൽഡിങ്ങും ആ ഒരു ഗ്രീനറിയും ആ ഒരു ലേക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ അല്ലേ. വിൻ്ററിലും അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഫ്രോസൺ ലേക്കിൻ്റെ മേലെക്കൂടെ നടന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അന്ന് ഞാൻ ആ ഫ്രോസൺ ലേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ സെയിം ലേക്ക് ഈ സമ്മറിൽ ഒന്നും കൂടി കാണിക്കണമെന്ന്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി പോയി ഷൂട്ട് ചെയ്തത്. ഇവിടെ ഈ സ്റ്റോക്ക്ഹോമിൽ മാത്രമല്ല, ഇങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എല്ലാ ലേക്കിലും ഇങ്ങനത്തെ അരയന്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു അരയന്നല്ലേ. ഇപ്പോൾ ഒരെണ്ണം അവിടെ നിന്ന് വരുന്നുണ്ട്, ആ മേലേക്കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. വേറൊരു അരയന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരവിടുത്തെ പായലൊക്കെയാണ് ഈ കൊത്തി തിന്നണത്. ഈ പ്ലേസിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റോക്ക്ഹോമിലെ ഗംലസ്ഥാൻ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ്റെ ഒരു എക്സിറ്റാണ് നേരെ ഈ ലേക്ക് വ്യൂ ആണ് ഈ എക്സിറ്റ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ഇങ്ങനെ അവിടെ കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സൺസെറ്റൊക്കെ കാണാം. സമ്മറിൽ കേട്ടോ, വിൻ്ററിൽ തണുത്ത് ചാവും. സമ്മറിൽ നമുക്ക് അങ്ങനെ കുറേ നേരം വന്ന് റിലാക്സ് ഒക്കെ ചെയ്തിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ലേക്കാണ്, ബാക്കിൽ ഈ മെട്രോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ എന്നാലും ആ വ്യൂ അടിപൊളിയാണ്. സമ്മറിൽ ഇപ്പോൾ ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊഞ്ഞാലൊന്നും കിട്ടാൻ വഴിയില്ല, കാരണം അത്രയധികം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരത്തി അറ്റം വരെ ഇങ്ങനെ ഊഞ്ഞാലുകളുണ്ട്. പിന്നെ ഇരിക്കാനുള്ള വേറെ കുറേ ഇങ്ങനെ ചെയേഴ്സൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരുവിധം എല്ലാത്തിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനും ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നിരുന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയൊരു ചെയർ അറേഞ്ച്മെൻറ്റ്സും പിന്നെ ആ ഗ്രില്ല് ചെയ്യാനുള്ള അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സമ്മറായി കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുക, ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ആണല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു അടിപൊളി പ്ലേസാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ട, ആ ചെയറിൽ വന്നിരുന്ന് നേരെ ആ ലേക്ക് വ്യൂ അടിപൊളിയാണ്. നമുക്ക് സമയം പോകണതേ അറിയില്ല, ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും.